കാർബോഹൈഡ്രേറ്റിൻ്റെ, ചോറിൻ്റെ, ഗോതമ്പിൻ്റെ, മറ്റുള്ള കാർബോഹൈഡ്രേറ്റ് ഉള്ള വസ്തുക്കളുടെ കൂടിയ ഉപയോഗം. ഇപ്പം ചോറ് വയറ് നിറച്ച് ചോറങ്ങോട്ട് കഴിച്ചാൽ അത് വിഷമായി എന്നാണ് അർത്ഥം. ശരീരത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കാവൂ, അരവയറ്. ചോറിനേക്കാൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം. അപ്പോൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ചെന്നാൽ തന്നെ, അപ്പോൾ തവിട് കളഞ്ഞ കാർബോഹൈഡ്രേറ്റ് ചോറ് തിന്നാലോ മൊത്തം വിഷമാണ്. ഞങ്ങൾ വല്ല നിവൃത്തിയുണ്ടെങ്കിൽ തവിട് കളഞ്ഞ അരി ചോറ് തിന്നാറില്ല. എവിടെയെങ്കിലും പോയി പെട്ടുപോയാൽ മാത്രം നമ്മളെ സുഹൃത്തുക്കളെ വീട് കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ തവിടുള്ളതേ കഴിക്കൂ, അല്ലെങ്കിൽ പച്ചരി. അപ്പം മലയാളി എന്തുകൊണ്ട് നശിക്കുന്നു എന്ന് ചോദിച്ചാൽ തവിട് കളഞ്ഞ ചോറ് തീറ്റയാണ്. എത്ര കൊല്ലമായി തവിട് കളഞ്ഞ് വെളുപ്പിച്ച ചോറ് തിന്നാൻ തുടങ്ങിയിട്ട്? 30-40 കൊല്ലം. 40-50 വേണമെങ്കിൽ കൂട്ടാം. റൈസ് മില്ലുകൾ വരുന്നതിന് മുമ്പ് നമ്മളെ വീട്ടിൽ തന്നെ ഞാനെല്ലാം നെല്ല് കുത്തുന്നതിൽ വിദഗ്ധനായിരുന്നു. വിദഗ്ധനാകുക എന്ന് പറഞ്ഞാൽ 2 പേര് ഒരേ സമയം ഓരോരലില് കുത്തണം. താളം തെറ്റിയാൽ ഒലക്ക 2 പേരെയും തലക്കിട്ടടിക്കും. ഞാൻ നിന്ന് കുത്തുകയായിരുന്നു. നമുക്കൊരു അന്തസ്സായിരുന്നു അത്. അവിടെ നിന്ന് റൈസ് മില്ലുകൾ വന്നതോടെയാണ് നമ്മുടെ ആഹാരം താളം തെറ്റിയതും അവിടെ തുടങ്ങിയാണ് കേരളത്തിൽ പ്രമേഹം വ്യാപകമാകാൻ തുടങ്ങിയതും. 1980-കളിൽ. മൈദ എന്താ സാധനം? വിഷമാണ്. പൂർണ്ണമായും വിഷമായ സാധനമാണ് മൈദ. കാർബോടോക്സിക് ആണ്, അല്പമായാലും കൂടുതലായാലും. ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല. പച്ചരി കഴിക്കാതെ നാച്ചുറലാണ്, കൃത്രിമത്വം വരുത്തിയിട്ടില്ല. ഒരു സാധനവും 2 പ്രാവശ്യം വേവിക്കാൻ പാടില്ല. ഒറ്റ പ്രാവശ്യം വേവിക്കാം, വേവിച്ചാൽ 2 മണിക്കൂറിനുള്ളിൽ തീർക്കണം. അതുകൊണ്ട് അവിടെ പുഴുക്കലരി വേണ്ടെന്ന് പറയുന്നത്. ദേവപാകം. ദേവപാകം എന്താ? അമ്പലത്തില്. അതെ, ദേവപാകം എന്ന് പറഞ്ഞാൽ എന്താ? അമ്പലത്തിലെ ആ പാകം എന്താ? ആദ്യത്തെ തിള. ആദ്യം തിളക്കുമ്പോ അതാണ് ദേവപാകം. പിന്നെ ഉള്ളത് ചെകുത്താൻ പാകമാണ്. നമ്മളൊക്കെ തിളപ്പിച്ച് ഇരുന്നത് രാക്ഷസ പാകമാണ്. ഏതായാലും ഗുരുവായൂരപ്പന് നമ്മൾ ഉണക്കലരി, തവിട് കളയാത്തത് നിവേദിച്ച് സന്തോഷമായിട്ട് പുറത്തുള്ള പോറ്റി ഹോട്ടലിൽ വന്ന് പുഴുക്കലരി തിന്നിട്ട്, തവിട് കളഞ്ഞ പുഴുക്കലരി തിന്നിട്ട് നമ്മളിങ്ങോട്ട് പോരും. ഒറ്റത്തള. അതുകൊണ്ട് ഇങ്ങനെ കുഴമ്പാവരുത്. പച്ചക്കറികളാണെങ്കിലും മലയാളി വേവിച്ച് നശിപ്പിക്കുന്നത് പോലെ. നിങ്ങളിൽ പലരും വിദേശത്ത് പോയിട്ടുണ്ടാവുമല്ലോ. തായ്ലാൻഡുകാർ, ഫിലിപ്പൈൻസുകാർ, ഇവർ പച്ചിലകൾ ഇതുപോലെ വേവിച്ചിട്ടാണ് കഴിക്കണേ. ഒന്ന് ചൂട് കയറ്റി ആവി കൊള്ളിച്ച് ചില സോസും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കും. എന്തേ കാര്യമുള്ളൂ. അപ്പോൾ കാർബോടോക്സിസിറ്റി മനസ്സിലായി. ഈ പാക്കറ്റിൽ വരുന്ന ബിസ്ക്കറ്റ്, മിഠായി, ബേക്കറി സാധനങ്ങൾ മൊത്തം ടോക്സിക്കാണ്. കാർബോടോക്സിക്കാണ്. ഞങ്ങളാരും ബേക്കറി തിന്നുന്നില്ല. പലരും ബേക്കറിക്കാർ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ പറയും, ഞങ്ങൾ സാറിനെതിരാണ് സാറേ. പക്ഷെ ഇപ്പോൾ ബേക്കറികളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബേക്കറി മാത്രമായിട്ട് നടത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാ ബേക്കറികളും ഫ്രൂട്ട് ജ്യൂസ് നൽകുന്ന, വെജിറ്റബിൾ ജ്യൂസ് നൽകുന്ന, കട്ട് ഫ്രൂട്ട്സ് നൽകുന്ന, സമൂസ നമുക്ക് പറ്റിയതല്ലെങ്കിൽ പോലും അതുപോലുള്ള സാധനങ്ങൾ, ഇലയുടെയൊക്കെ കൊടുക്കുന്ന, ഉണ്ട കൊടുക്കുന്ന തരത്തിലേക്ക് മാറി വരുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ കാർബോടോക്സിറ്റി. അതേപോലെ തന്നെ കരൾ രോഗങ്ങൾ എന്തൊക്കെയാണ് കരളിലുണ്ടാകുന്ന രോഗങ്ങൾ? ലിവർ സിറോസിസ്, ക്യാൻസർ, പടരുന്ന രോഗങ്ങൾ. ഞങ്ങൾക്കൊന്നും പകരാത്തത് എന്താ? ഞാൻ കേരളം മുഴുവൻ ഓടി നടക്കും. 14 രാജ്യങ്ങളിൽ ഓടി നടക്കാറുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം പുറത്ത് പോക്കില്ല. എല്ലാത്തരം രോഗികളെയും തൊട്ട് തന്നെയാണ് പരിശോധിക്കുക. ഒരു രോഗം ഇങ്ങോട്ട് പകർന്നിട്ടില്ല. എന്താ കാര്യം? കുറേ നുണ വന്നപ്പോഴും ഞാൻ മാസ്ക് വെച്ചില്ല. അപ്പൊ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതാണോ രോഗകാരണം? പിന്നെ എന്തിനാണ് ഈ അണുക്കളുടെ പേര് കുറ്റം പറയണേ? അണുവാണോ കുറ്റവാളി,
അതോ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കണില്ല? ഒരാശുപത്രിക്കാർ വലിയൊരു ബോർഡ് വെച്ച് എറണാകുളത്ത്, ഞങ്ങൾ 100 ബെഡുള്ള പുതിയ കെട്ടിടം പണിതിരിക്കുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാത്തതാണ് നാട്ടുകാരെ. ഞങ്ങൾ 100 ബെഡുള്ള പുതിയ വിഭാഗം ഡിപ്പാർട്ട്മെന്റ് തുറന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാത്തതുകൊണ്ടാണെന്ന്. അങ്ങോട്ട് പോകണവനെയൊക്കെ പിടിച്ച് നല്ല അടി കൊടുക്കുന്നുണ്ട്. ആശുപത്രി കിടക്കുന്ന കംപ്ലീറ്റ് മൊത്തം രോഗികളെയും പിടിച്ച് ജയിലിൽ ഇടണം. ജയിലിൽ കിടക്കുന്ന രോഗികളെ ആശുപത്രിയിൽ പിടിച്ചിടണം. പല പ്രമുഖരും കോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ കാര്യം? നിങ്ങൾ കുറ്റം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ജയിലിൽ പോകുന്നത് കുറ്റം ചെയ്തിട്ടാണ്. കുറ്റം നിങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മാനസികാരോഗ്യം ശരിയല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ കുറ്റവാളിയൊക്കെ നോക്കിക്കോളൂ, മാനസികമായിട്ട് ശരിയല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ രോഗിയാകുന്നത് എന്തുകൊണ്ടാണ്? അതെ, നിങ്ങളുടെ ദുശ്ശീലങ്ങൾ കൊണ്ടാണ്. അതിന് നിങ്ങൾക്ക് ശിക്ഷ വേണോ അതോ താലോലിച്ച് അയ്യോ മാലാഖമാര് ഡേഴ്സുമാര് വന്ന് ഇങ്ങനെ ഓമനിച്ച് കൊണ്ട് നടക്കണം? എന്താ വേണ്ടേ? നല്ല അടിയാ തരേണ്ടത്. ഇവിടെ നിന്ന് ഞങ്ങൾ ക്രിയാറ്റിൻ 10ഉം 15ഉം ഒക്കെ ആയിട്ട് വന്ന ആളുകളെ 1 മാസം ഇവിടെ നിർത്തി ഞങ്ങളുടെ ഉറക്കവും കളഞ്ഞ് രാത്രിയും പകലും ഇല്ലാണ്ട് അവരെ ശുശ്രൂഷിച്ച് ക്രിയാറ്റിൻ കുറഞ്ഞു വരുമ്പോൾ തന്നെ അവർ വീട്ടിൽ ഓടണമെന്ന് പറയും. 3 മാസമെങ്കിലും കിടന്നാലേ കിഡ്നി പേഷ്യൻ്റ്, ലിവർ പേഷ്യൻ്റ്, ക്യാൻസർ പേഷ്യൻ്റ് ഒരുവിധം ഒരു സ്റ്റേജ് ആവുള്ളൂ. പക്ഷെ 3 മാസം ഞങ്ങളും അങ്ങനെ നിർബന്ധിക്കാറില്ല. വീട്ടിൽ പോയി ചെയ്യണം. അയാളുടെ ഉത്തരവാദിത്വമാണ്, അയാളുടെ ആരോഗ്യവും അയാളുടെ ജീവിതവും. ജീവിക്കണോ മുന്നോട്ട് പോകണോ അയാൾ തീരുമാനിക്കണം. എന്നിട്ട് 1 മാസം കൊണ്ട് ഞങ്ങൾ വിടും. രണ്ടാമത് വരാനും അങ്ങനെ പറയാറില്ല. അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പോവും. പോയി കഴിഞ്ഞ് തെറ്റിച്ചിട്ട് തിരിച്ചു വരും. എന്ത് വേണം? 2 അടി കൊടുക്കണോ? താലോലിച്ച് ഇവിടെ പിടിച്ച് വീണ്ടും കിടത്തണോ? എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടറെ എല്ലാവരും കൂടെ പറഞ്ഞ് ഇപ്പൊ നോർമലായല്ലോ, 1 നേരം കഴിച്ചുകൂടെ? ക്രിസ്തുമസ് അല്ലേ? പിറ്റേ ദിവസം നാളെ തുടങ്ങി പിന്നെ അത് തന്നെ കഴിച്ചു. എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചു. വേണം ഡോക്ടറെ, എനിക്ക് രാത്രി വയറുവേദന എടുത്ത് ഉറങ്ങാൻ പറ്റാണ്ട് വന്നപ്പോൾ അവരടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറെ. അപ്പോൾ അവർ മരുന്ന് ഒരു ഇഞ്ചക്ഷൻ തന്നു. അതോടെ ക്രിയാറ്റിൻ കുതിച്ച് കയറി. ചേടോ ഞങ്ങൾ പറഞ്ഞതോ തെറ്റിച്ചു. എന്നിട്ടൊരു കുഴപ്പമുണ്ടായപ്പോൾ ഞങ്ങളെ തന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നോ? അപ്പോൾ എല്ലാവരും കൂടി അതാരെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. ഇവിടം വരെ വരണ്ടേ? അല്ലെങ്കിൽ ഇവിടെ വന്നാൽ പിടിച്ച് വീണ്ടും കിടത്തിയാലോ? അങ്ങനെ പോയതാകെ ക്രിയാറ്റിൻ മുമ്പത്തേക്കാളും കൂടി. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നാണക്കേടുണ്ടാക്കുന്നത്, നമ്മുടെ ചികിത്സയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നത് തെറ്റിക്കുന്ന ആളുകളാണ്. 100% എല്ലാവരെയും നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ചിട്ട പാലിക്കുന്നവർക്ക് പരമാവധി എവിടെ കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ മെച്ചം നമ്മളുടെ രീതികൾ ചെയ്താൽ കിട്ടും. കാരണം രോഗത്തെയല്ല, രോഗകാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. രോഗത്തെ ചികിത്സിച്ചാൽ രോഗി നശിക്കും, ചികിത്സിക്കുന്ന ഡോക്ടർ നന്നാവും. രോഗകാരണത്തെ ചികിത്സിച്ചാൽ എന്ത് പറ്റും? രോഗി രക്ഷപ്പെട്ട് പോയ വഴിക്ക് പിന്നെ പുല്ല് മുളക്കത്തില്ല, ഡോക്ടറുടെ കാര്യം കഷ്ടമാവും.